പറയാറുണ്ട്, മുപ്പിരി ചരട് വേഗം അറ്റുപോകയില്ല. മുപ്പിരി ചരട് വേഗം അറ്റുപോകയില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വന്നെങ്കിൽ പോലും ഒരു കണക്റ്റഡ് ആയിരിക്കുന്നത്, അവരെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്, അതിന്റെ സെൻട്രൽ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ആരായിരിക്കും? ദൈവം തമ്പുരാൻ തന്നെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ, ആ ഫാമിലിയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ, ഫാമിലിയുടെ കൺട്രോളർ ആരാണെന്ന് ചോദിച്ചാൽ, അത് ആത്മീയ വശത്ത് ദൈവമക്കളുടെ കുടുംബത്തിൽ ആർ തന്നെയായിരിക്കും? ദൈവമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തെ സെൻറ്റർ ചെയ്യുന്ന കുടുംബത്തിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ പേരിന് വേണ്ടിയല്ല, നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ സെന്റർ ദൈവമാണോ? അല്ലെങ്കിൽ അത് ക്രിസ്തീയ കുടുംബമല്ല. ക്രിസ്തീയ കുടുംബം എന്ന് നമുക്ക് പേര് കാണാം, അത് നമ്മുടെ പേര് കൊണ്ടാണ്. എന്നാൽ ദൈവം സെന്റർ ആണെങ്കിൽ, സാറിന് ഞാൻ പറയാറുണ്ട്, വീട് ഡെഡിക്കേഷൻ പറയാറുണ്ട്, വീടിന്റെയൊക്കെ വാതിക്കൽ കട്ടളയുടെ അടുത്ത് കേരളത്തിൽ ചെന്നാൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ്, ഏത് ക്രിസ്ത്യാനി കുടിയന്റെയും വീടിന്റെ കട്ടളക്കൽ അടിച്ചു വെച്ചിരിക്കുന്ന, ആണി വെച്ച് തറച്ചു വെച്ചിരിക്കുന്ന, ക്രൂശിച്ചു വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഏത്? ക്രിസ്തു, ഈ വീടിന്റെ നായകൻ. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ മീനിങ്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ കൺട്രോൾ, ഒരു ഭരണം ഏൽപ്പിക്കുന്നെങ്കിൽ, ദൈവമാണ് അതിന്റെ സെന്റർ എങ്കിൽ, നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഡിസിഷൻ മേക്കിംഗ് ദൈവത്തിൻ്റെതായിരിക്കണം. ഞാൻ അതാ പറഞ്ഞു, നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലംസ് വരുമ്പോ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഇഷ്യൂ വരുമ്പോ, ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് വരുമ്പോ, ഞാൻ ഇത് സിമ്പിൾ കാര്യമാണ് പറയുന്നത് എനിക്കറിയാം, എങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളതിൽ ഞാൻ ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവും കൂടിയിരുന്ന് ചിന്തിച്ചെടുക്കേണ്ടുന്ന ഒരു വിഷയത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത്, ഭാര്യയും ഭർത്താവും കൂടെ കൂടിയിരുന്ന് ചിന്തിച്ചു നല്ലതെന്ന് തോന്നുന്ന ചെയ്യല്ലേ? എന്നാൽ ദൈവികമായ ഒരു കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ കൂടിയിരുന്ന് ചിന്തിച്ചാൽ ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതവർ ചെയ്യുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അപ്രൂവൽ, ഫൈനൽ അപ്രൂവൽ, ഇറ്റ് ഹാസ് ടു ബി ഫ്രം ദ ലോർഡ്. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ സ്നേഹമുള്ളവരായിരിക്കും, കുടുംബത്തിൽ വളരെ ഐക്യതയോടെ ജീവിക്കുന്നവരായിരിക്കും, പരസ്പരം ചിന്തിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രി, പ്രാരംഭ രാത്രി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ഭാര്യയും ഭർത്താവും കൂടെ എടുത്തിട്ട്, കുഞ്ഞുമായിട്ട് എടുത്തിട്ട്, നമ്മൾ എത്ര പേർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ട്? ഇല്ല എങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമേ നാം ആരാകുന്നുള്ളൂ? ഒരു ക്രിസ്ത്യൻ കുടുംബമാകുന്നുള്ളൂ. ദൈവിക കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗോഡ് ഈസ് എ സെന്റർ. ദൈവമായിരിക്കും അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫാമിലി എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, എനി ഫാമിലി ബിഗിൻസ് വിത്ത് മാരേജ്. എല്ലാ ഫാമിലിയും തന്നെ മാരേജിനോട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. നിശ്ചയമായിട്ടും അതിൽ ഡിസ്പ്യൂട്ടബിൾ ആണ്. ചില ആർഗ്യുമെന്റ് വരുമ്പോൾ പറയും, അല്ല, ജനനത്തോടു കൂടിയാണ് ഫാമിലി ബന്ധം ആരംഭിക്കുന്നത്. എന്നാൽ നിശ്ചയമായിട്ട് ഒരു ഫാമിലി യൂണിറ്റ് ആയി മാറ്റപ്പെടുന്നത്, അതിന്റെ ബേസിക് റീസൺ, ഇഫ് യു ഗോ ബാക്ക് ടു ഏതനിലേക്ക് പോയാൽ പോലും, കുടുംബത്തിന്റെ ഒറിജിനിലേക്ക് പോയാൽ പോലും, ഫാമിലി ബിഗിൻസ് വിത്ത് മാരേജ്, അല്ലെ? അപ്പം ആർഗ്യുമെന്റോ ഡിസ്പ്യൂട്ടിനോ ഉള്ളതല്ല, ഫാമിലി ഓൾവേസ്. അപ്പം മാരേജ് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട ഒരു കുടുംബ ബന്ധം 80 അല്ല, ഒരു 99%, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. എന്നാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നന്നായിരുന്നു, നിശ്ചയമായിട്ടും ആ ഫാമിലി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി ആയിട്ട് മാറാൻ ദൈവം കൃപ ചെയ്യും. അതിന് യാതൊരു സംശയവും. എന്തുവാ ഈ മാരേജ് എന്ന് പറഞ്ഞാൽ? അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെ? ഞാൻ ഡെഫിനേഷൻ അവിടെ കൊടുത്തു. അതൊരു പെർഫെക്റ്റ് ഡെഫിനേഷൻ ആയിരിക്കണം എന്നില്ല, എങ്കിലും എനിക്ക് മാരേജ് എന്നുള്ള ബന്ധത്തിൽ ലഭിച്ച ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ഡെഫിനേഷൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, എ ഡിവൈൻലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സിസ്റ്റം in which a man and women are physically and emotionally united on a holy covenant that demands moral, spiritual and legal commitments. അല്ലേ? ഒരു പുരുഷനും സ്ത്രീ, ഇത് ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ട, ദൈവത്താൽ ഒരുക്കപ്പെട്ട, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട
ഒരു യൂണിറ്റാണ് മാരേജ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങളാരും ഈ മാരേജിന്റെ ക്ലാസ് ഒക്കെ എടുത്താൽ കൂടുതൽ തമാശയായിട്ട് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. അത് കേൾക്കാൻ വളരെ രസമാണ്. എന്നാൽ ഞാൻ ഡിസൈഡ് ചെയ്തു, ഇടയ്ക്ക് ഇതുപോലെ സ്റ്റോറീസോ ഒരു ഓർത്തിരിക്കാനോ ഒക്കെ കാര്യങ്ങൾ പറയുമെങ്കിലും ദൈവവചന ശുശ്രൂഷയും അതിന് പറ്റിയ ഇലസ്ട്രേഷൻ വല്ലതും കിട്ടുന്നെങ്കിൽ മാത്രം പറയുക, ഇല്ലെങ്കിൽ തമാശയ്ക്ക് പറയാതിരിക്കുക എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. പണ്ട് ഈ തമാശ ഒരുപാട് പ്രസംഗത്തിൽ പറയുന്ന ആളായിരുന്നു ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. എനിക്ക് തോന്നി വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി കഥകള് ഞാൻ ഇങ്ങനെ കാണാതെ എവിടുന്നേലും ഒക്കെ കിട്ടുന്ന കഥകളൊക്കെ പറയുമായിരുന്നു. കഥകളൊക്കെ കിട്ടുന്നൊക്കെ ഇങ്ങനെ സ്റ്റോക്കിൽ എഴുതി വെക്കുമായിരുന്നു. അന്നൊക്കെ ഉള്ള ഒത്തിരി കഥകളുണ്ട്. പാപ്പിച്ചാൻ ബേബിച്ചാൻ ഒന്നും മറന്നു പോയിട്ടില്ല, ഒരുപാട് കഥകളുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഒരു മീനിങ്ങും ഇല്ലാത്ത കഥകൾ പറഞ്ഞ ആളുകളെ ചിരിപ്പിച്ചാണ് ദൈവവചനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ലാസ്റ്റിൽ ഒരു മീനിങ്ങും ഇല്ലാത്ത കഥകൾ ഓർത്ത് വിശ്വാസികൾ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം ഇടയ്ക്ക് വല്ലതും വന്ന് കയറുന്നെങ്കിൽ ക്ഷമിക്കുക, മാക്സിമം പർപ്പസ്ലി അത് പറയാതിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ വരുമ്പോൾ മാരേജ്, ഫാമിലി, അതിനെപ്പറ്റിയുള്ള തമാശകൾ കേൾക്കാം എന്ന് പറഞ്ഞാലും വരരുത്. ക്ലാസ്സിൽ വി ആർ ഗോയിങ് വെരി സീരിയസ്, വളരെ സീരിയസ് ആയിട്ട് പോകണം എന്നുള്ളതാണ് എന്റെ താല്പര്യം. ശ്രദ്ധിക്കുക, മാരേജ് എന്ന് പറയുന്നത് ഡിവൈൻലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ദൈവികമായ ഡിസൈനിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ആയിരിക്കണം. ആ പുരുഷനും സ്ത്രീയും തമ്മിൽ എങ്ങനെ വരുന്നു? They come to a holy covenant. വിശുദ്ധമായ ഒരു കവനന്റിൽ, ഒരു ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിക്കും. അത് ചുമ്മാതല്ല. ഇന്ന് കൂടുതൽ കാര്യങ്ങളും നമ്മുടെ ചെറുപ്പക്കാർ കല്യാണമൊക്കെ കഴിച്ച് 2 മാസം കഴിയുമ്പോഴും 1 മാസം കഴിയുമ്പോഴും ഒക്കെ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് അവരെ ചുമ്മാതെ തമാശയ്ക്ക് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഇമോഷണൽ സ്പിരിറ്റിൽ കല്യാണം കഴിക്കുന്നത്. എന്തോ ലൈംഗികമായ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു ഏജ് ഉണ്ട്. ആ ഏജ് കഴിയുമ്പോൾ അത് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ സാങ്ഷൻ ചെയ്ത് കിട്ടപ്പെടുന്ന ഒരു യൂണിറ്റ് ആയിട്ട് മാരേജിനെ കാണുന്നവരുണ്ട്. അത് അല്ല മാരേജ് എന്ന് പറയുന്നത്. വിവാഹം ഇറ്റ് ഡിമാൻഡ്സ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മോറലായിട്ട്, അതുപോലെ സ്പിരിച്വൽ ആയിട്ട്, ലീഗലായിട്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഇതിൽ റിക്വയർഡ്. ഞാൻ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാറിയാം, വിവാഹത്തിന്റെ ആ ഡിസൈൻ, ആ ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ്സ് നോട്ട് ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ. പുരുഷനും പുരുഷനും തമ്മിലോ സ്ത്രീയും സ്ത്രീയും തമ്മിലോ ദൈവം വിവാഹം അനുവദിച്ചിട്ടില്ല. വിവാഹം ദൈവത്തിന്റെ ഡിസൈനിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമേ പാടുള്ളൂ എന്ന് ദൈവവചനം പറയും. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ തമാശ തോന്നുമായിരിക്കാം, ഹ്യൂമൻ ആൻഡ് ആനിമൽ, അല്ലെ? ഹ്യൂമൻ ആൻഡ് ആനിമൽ, മനുഷ്യനും പിന്നെന്താ മൃഗവും തമ്മിൽ കല്യാണം. നിങ്ങള് പലരും ഇപ്പൊ തന്നെ നോക്കുമ്പോ പലരുടെ മുഖം പുഞ്ചിരിക്കുന്നുണ്ട്. പാസ്റ്ററെ, അത് അങ്ങനെ ചുമ്മാതെ പാസ്റ്റർ കേൾക്കിയതല്ലേ? അങ്ങനല്ല. അത് അമേരിക്കയിലും ഉണ്ട്. എന്തിനാ? നമ്മുടെ പാവപ്പെട്ട രാജ്യം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിൽ ദുരാചാരത്തിന്റെ എന്താ പറയുന്നത്, അറിവില്ലായ്മയുടെ, ഇഗ്നറൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻ വില്ലേജുകളിൽ കുഞ്ഞുങ്ങളെ തന്നെ മൃഗത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പാമ്പിന്, കുരങ്ങിന്, പൂച്ചയ്ക്ക്, എലിക്ക്, പട്ടിക്ക് ഒക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു അവിടെ എന്ന് പറയുന്നത് ഒരു ദുരാചാരത്തിന്റെ, സതിയെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ചൈൽഡ് മാരേജിനെ പോലെ, ശൈശവ വിവാഹം പോലെ ഒക്കെ ഉള്ള ഒരു ദുരാചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ, ആദിവാസി കൂട്ടങ്ങളിൽ മൃഗത്തിന് എന്ത് ചെയ്യുന്നു? മനുഷ്യനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ മൃഗത്തോടുള്ള ദുരാചാരം കൊണ്ടല്ല, മൃഗത്തോടുള്ള സ്നേഹം കൊണ്ട്. അതിശയിക്കേണ്ട, ന്യൂസുകൾ നന്നായി വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അത് നന്നായിട്ട് അറിയാം. മൃഗത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് കൊണ്ട് അതിനെ പാർട്ട്ണറായിട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന താല്പര്യത്തിൽ മൃഗവും മനുഷ്യനും തമ്മിൽ, മൃഗം മനുഷ്യനാകുകയും മനുഷ്യൻ മൃഗം ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്
അമേരിക്കൻ സൊസൈറ്റി ഉൾപ്പെടെ എത്തുന്നുണ്ട്. അതോ രണ്ടും മൃഗമായി മാറുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ